ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു CSEB ഗൈഡ്. അപ്പോൾ എല്ലാവരും ചോദിച്ച കാര്യമാണ് കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ നോട്ടിഫിക്കേഷന്. അപ്പം നമുക്ക് നേരത്തെ തന്നെ അപ്ഡേഷൻ ഉണ്ടായിരുന്നു, ഡിസംബർ 30-ന് നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യുമെന്ന്. അപ്പോൾ കറക്റ്റായിട്ട് ഡിസംബർ 30-ന് അവർ നമ്മുടെ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോട്ടിഫിക്കേഷൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 640/2023 അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 31/1/2024, അതായത് ജനുവരി 31-ന് മുന്നേ ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ അതുപോലെ സ്കെയിൽ ഓഫ് പേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വരുന്നത് 39,300 മുതൽ 83,000 വരെയാണ്. നല്ലൊരു സാലറി സ്കെയിലാണിത്. അതുപോലെ നമ്പർ ഓഫ് വേക്കൻസീസ് പറയുന്നത് ആൻറ്റിസിപ്പേറ്റഡ് ആണ്. അപ്പോൾ എന്തായാലും വേക്കൻസീസ് ഉണ്ടാവും. നമുക്ക് കറക്റ്റ് ഇത്ര എണ്ണം പറയാതെ ആൻറ്റിസിപ്പേറ്റഡ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം വേക്കൻസികൾ ഉണ്ടെന്ന് തന്നെയാണ് വിശ്വസിക്കേണ്ടത്. ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏജ് ലിമിറ്റാണ്. ജനറൽ കാറ്റഗറിക്ക് 18 മുതൽ 37 വയസ്സ് വരെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അതായത് 2/1/1986 മുതൽ 1/1/2005 വരെയാണ്. അതുപോലെ ബാക്കിയുള്ള കാറ്റഗറിക്കാർക്ക് അതിൻ്റേതായിട്ടുള്ള വയസ്സിളവുകൾ 3 വയസ്സ് 5 വയസ്സ് അത്രയും ഇളവുകളൊക്കെ ബാക്കിയുള്ളത് കറക്റ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് നോക്കാനുള്ള ക്വാളിഫിക്കേഷനാണ്. അതെല്ലാവർക്കും അറിയാവുന്ന പോലെ BCom ഡിഗ്രി ഓഫ് എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് കോപ്പറേഷൻ ആസ് സ്പെഷ്യൽ സബ്ജക്റ്റ്. ഒന്നെങ്കിൽ BCom വിത്ത് കോപ്പറേഷൻ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഡിഗ്രിയും HDC ഉണ്ടായിരിക്കണം, ഹൈ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ ഉണ്ടായിരിക്കണം. അതുമല്ലെങ്കിൽ ഹൈ ഡിപ്ലോമ ഇൻ കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് ഉണ്ടായിരിക്കണം. അതുമല്ലെങ്കിൽ BSc കോപ്പറേഷൻ ആൻഡ് ബാങ്കിങ് ഡിഗ്രി ഓഫ് ദ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, അതല്ലെങ്കിൽ ജൂനിയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ അവാർഡ് ബൈ ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ കേരള. അപ്പോൾ ഇതൊക്കെയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആണ്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു, 31/1/2024 വെനസ്ഡേ 12 മണി വരെയാണ്. അപ്പം നമ്മളിതിൻ്റെ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഉടനെ തന്നെ. അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാം.